അഖില. ആ ആകാശേട്ടാ, നാളെ ആകാശേട്ടൻ ഒന്നിവിടെ വരെ വരണം. എന്താ കാര്യം? കാര്യമൊക്കെ ഉണ്ട്. വിവേകേട്ടന്റെ അച്ഛനും അമ്മയും വരുന്നു. ഒഫീഷ്യലായി അനക്കേച്ചി പെണ്ണ് ചോദിക്കാൻ. അല്ല, അതിനവർ നാട്ടിലുണ്ടോ? വിദേശത്ത് എവിടെയാണെന്നല്ലേ പറഞ്ഞേ? വിവേകേട്ടന്റെ അച്ഛനിപ്പോ ഒഴിവുള്ള സമയാ. തിരക്കായ പിന്നെ പുള്ളിയെ കിട്ടൂല. അതുകൊണ്ട് പെട്ടെന്ന് തീരുമാനിച്ചതാ. അഭിയേട്ടൻ വരും. അപ്പോ ആകാശേട്ടനും വരണം. എനിക്ക് വരാൻ ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ അവരെല്ലാരും കൂടെ ട്രോളി കൊല്ലും. ആ കളിയാക്കൽ എപ്പോഴായാലും കേൾക്കേണ്ടി വരും. അതുകൊണ്ട് അത് പേടിച്ചു വരാതിരിക്കണ്ട. എന്നാലും എന്തോ ഒരു ചമ്മൽ. അങ്ങനെ പറഞ്ഞ് വരാതിരിക്കല്ലേ. എനിക്ക് ആകാശേട്ടനെ ഒന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട്. നാളെ വന്നാ നമുക്ക് കാണായിരുന്നു. വീട്ടിൽ വെച്ച് കണ്ട ഒന്ന് വൃത്തിയായിട്ട് സംസാരിക്കാൻ പോലും പറ്റില്ല. നമുക്ക് നാളെ പുറത്തെവിടെ വെച്ച് കണ്ടല്ലോ. ആ, അത് കൊള്ളാം. പക്ഷേ ഇവിടുന്ന് ഞാൻ എന്തു പറഞ്ഞു ചാടും? താൻ എന്തെങ്കിലും ആവശ്യം പറഞ്ഞ് പുറത്തിറങ്ങ്. നമുക്ക് പുറത്തു വെച്ച് കാണുന്നത് നല്ലത്. ഒരു കാരണം കണ്ടെത്തണോ പാട്? ആ, അങ്ങനെയാണെങ്കിൽ വിവേകേട്ടന്റെ അച്ഛനും അമ്മയും വന്നു പോയിട്ട് ഞാൻ ഇവിടുന്ന് ചാടാം. ആ, അത് ശരിക്കും വളരെ നല്ലൊരു ഐഡിയ. ആ, ഓ, ആകാശേട്ടനായിരിക്കും. കുറച്ചു കാലമായി പിണക്കത്തിലായിരുന്നത് കൊണ്ട് പറഞ്ഞിട്ടും തീരുന്നില്ലല്ലേ? ആകാശേട്ടാ ഒന്ന് ഹോൾഡ് ചെയ്യണേ. അല്ല, നിനക്കൊക്കെ എന്താ വേണ്ടേ? ആകാശേട്ടനെ പിന്നെ വിളിക്കാം. ഇപ്പൊ ഫോൺ കട്ട് ചെയ്തിട്ട് മര്യാദയ്ക്ക് വാ. നമുക്ക് കൃഷ്ണേട്ടന്റെ കേസ് അന്വേഷിക്കാനായിട്ട് പോവാം. മനുഷ്യൻ ശല്യപ്പെടുത്താതൊന്നും പോകുന്നുണ്ടോ? ഇത് ഇച്ചിരി കഷ്ടമാണ്. പ്രേമം തിരിച്ചു കിട്ടിയപ്പോ കക്ഷിക്ക് നമ്മളെ വേണ്ടാതായി. നീ വാ, നമുക്ക് വേറെ വഴി നോക്കാം. ഹലോ ആകാശേട്ടാ. ഹലോ, അവര് പോയോ? ആ, മനഃപൂർവ്വം ശല്യം ചെയ്യാൻ വന്നതാ. ഒരു കാര്യമില്ല. എടി, അഭിയേട്ടനെ കണ്ടിട്ട് തന്നെയാ കൃഷ്ണേട്ടൻ മുങ്ങിയത്. അതെങ്ങനെ മനസ്സിലായി? അഭിയേട്ടൻ തിരിച്ചു പോയപ്പോ തന്നെ കൃഷ്ണേട്ടനും തിരിച്ചു വന്നു. അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്കൊന്ന് പോയി ചോദ്യം ചെയ്താലോ? യെസ്, കമോൺ. കൃഷ്ണേട്ടൻ എപ്പോ വന്നു? ഞാനിവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ മോളെ. അത് നോണ. ഇടയ്ക്ക് കുറെ നേരം കൃഷ്ണേട്ടൻ ഇവിടെ എങ്ങും കണ്ടതേ ഇല്ലല്ലോ. ഓ, അതോ? അതെ, ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ പോയിരുന്നു. അഭിയേട്ടൻ വന്നതിന് ശേഷമാ കൃഷ്ണേട്ടൻ ഇവിടുന്ന് പോയത്. അഭിയേട്ടൻ പോയി കഴിഞ്ഞപ്പോ കൃത്യമായിട്ട് കൃഷ്ണേട്ടൻ തിരികെ വരികയും ചെയ്തു. സത്യം പറ കൃഷ്ണേട്ടാ, അഭിയേട്ടന് നിങ്ങളും തമ്മില് എന്താ പ്രശ്നം? ഏയ്, എന്ത് പ്രശ്നം? ഒരു പ്രശ്നവുമില്ല. ഞങ്ങൾ തമ്മിൽ വലിയ പരിചയം പോലും ഇല്ല. പിന്നെങ്ങനെയാ പ്രശ്നം? എത്ര ചോദിച്ചിട്ടും കൃഷ്ണേട്ടന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് ഞങ്ങളോട് എന്താ പറയാൻ മടിക്കുന്നത്? മടിയോ? എന്തു മടി? അതെ, എന്താ രണ്ടാളും കൂടെ ഇവിടെ? ആ, കൃഷ്ണേട്ടൻ ഇതുവരെ പോയില്ലേ? പോകാൻ തുടങ്ങുമായിരുന്നു മോളെ. അപ്പോഴാ ഇവർക്ക് രണ്ടുപേർക്കും എന്നെ കുറിച്ച് ചില സംശയങ്ങൾ. എന്ത് സംശയം? അത് എന്റെ വീടും കുടുംബം എവിടെയാണെന്ന് ഇവർക്കറിയണം. ഇതൊന്നും ഇല്ലാത്തവനാണെന്ന് പറഞ്ഞിട്ടും ഇവർക്കൊട്ട് വിശ്വാസമാകുന്നില്ല. നിങ്ങളുടെ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ സ്വന്തം വീട്ടിലും തുടങ്ങിയോ? അവനവനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ എത്രത്തോളം വെളിപ്പെടുത്തണം എന്നുള്ളത് ഓരോരുത്തരുടെ സ്വന്തം തീരുമാനമാണ്. ആ സ്വാതന്ത്ര്യത്തിൽ നമ്മൾ കൈകടത്താൻ പാടില്ല. നമുക്ക് വലിയ സഹായ കൃഷ്ണേട്ടൻ ചെയ്യുന്നത്. ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിച്ച് നമ്മളെ സഹായിക്കുന്നവരെ വെറുതെ ബുദ്ധിമുട്ടിക്കരുത്. ചെല്ല്, കിടന്നുറങ്ങ്, പോ. കൃഷ്ണേട്ടൻ ക്ഷമിക്കണം. അവര് ചോദിച്ചതൊന്നും കാര്യാക്കണ്ട. ഇനി ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞോളാം അവരോട്. അയ്യോ, എനിക്കൊരു ബുദ്ധിമുട്ടും തോന്നിയില്ല മോളെ. എന്റെ സ്വന്തം മക്കള് ചോദിക്കുന്ന പോലെ ഞാനത് കണ്ടിട്ടുള്ളൂ. അവരോട് ഒരു പരിഭവമില്ല എനിക്ക്. ആ, ദാ 1 മാസത്തെ ശമ്പളം. അല്ല,
ഞാനിവിടെ വന്നിട്ട് ഒരു മാസം തികഞ്ഞു അല്ലേ? എല്ലാം ഇന്നലത്തെ പോലെ തോന്നുന്നു. ഇനി ഒരു കാര്യം കൂടി ഉണ്ട്. എന്താ മോളെ? ഇനി മുതൽ വേറെ എവിടെയും പോണ്ട കൃഷ്ണേട്ടൻ. ഈ ഹോട്ടലിനുള്ളിൽ തന്നെ കിടന്നോളൂ. വലിയ ഉപകാരം മോളെ. എന്തായാലും ഈ ഹോട്ടലിനകത്ത് ഞാൻ കിടക്കുന്നില്ല, ഉമ്മറത്ത് കിടക്കുന്നതാ എനിക്കിഷ്ടം. ഓ, അങ്ങനെയെങ്കിൽ അങ്ങനെ. രാത്രി ഉറക്കം കുറവായതുകൊണ്ടേ ഒരു കാവൽക്കാരനെ കൂടെ കിട്ടിയെന്ന് മോള് കൂട്ടിക്കോ. ഇത്തിരി പണിയുടെ ബാക്കിയുണ്ട്, അത് കഴിഞ്ഞിട്ട് ഉറങ്ങാം. ശരി. അശ്വതിയുടെ വാട്സപ്പ് മെസ്സേജ് ആണല്ലോ. എന്താണാവോ ഈ രാത്രിയില്? കൃഷ്ണേട്ടൻ ചേച്ചി, ഇതാ ഞങ്ങളുടെ അച്ഛന്റെ ഫോട്ടോ. ചേച്ചി പറഞ്ഞതുകൊണ്ട് മാത്രം അയച്ചതാണേ. ഞാനിത് ചേച്ചിക്ക് അയച്ചു തന്നോന്ന് അഭയേട്ടൻ ഒരിക്കലും അറിയരുത്, എന്നെ കൊന്നു കളയും. ഈ കൃഷ്ണേട്ടൻ അല്ല അച്ഛൻ എന്തിനെങ്ങനെ ആൾമാറാട്ടം നടത്തി ഞങ്ങളെ സംരക്ഷിക്കുന്നേ? അതറിയണം, അറിഞ്ഞേ പറ്റൂ. കൃഷ്ണേട്ടാ. എന്താ മോളെ? കൃഷ്ണേട്ടൻ കിടക്കാൻ തുടങ്ങായിരുന്നല്ലേ? അതെ. ഞാൻ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വിട്ടുപോയി. പറഞ്ഞ മോളെ. നാളെ അനഘയുടെ പയ്യന്റെ ഫാമിലി കല്യാണാലോചനയായിട്ട് വരും. കൃഷ്ണേട്ടൻ ഇവിടെ തന്നെ ഉണ്ടാവണം. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. ആ, അഭിവരുന്ന് പേടിച്ച് മുങ്ങിക്കളയരുതെന്ന ഉദ്ദേശം. അച്ഛൻ എന്തിനാ ആരും അറിയാതെ ഞങ്ങളെ സംരക്ഷിക്കുന്നേ? എന്നെ എങ്ങനെ തിരിച്ചറിഞ്ഞു? അതൊക്കെ ഞാൻ അറിഞ്ഞു. എന്നിട്ടും മോളുടെ ഏറ്റവും പ്രിയപ്പെട്ടയാൾ, ഏറ്റവും അധികം വെറുക്കുന്ന എന്നെ ഇവിടുന്ന് ആട്ടി പുറത്താക്കാത്തത് എന്തുകൊണ്ടാ? അച്ഛന്റെ ഉള്ളിൽ ഒരു നല്ല ഉദ്ദേശമുണ്ട്. അത് തിരിച്ചറിഞ്ഞുകൊണ്ടാ അച്ഛൻ ഇവിടെയുള്ള കാര്യം ഞാൻ അബിയോട് പറയാത്തത്. പക്ഷേ ഇനി ഞാനിവിടെ നിൽക്കുന്നത് ശരിയല്ല മോളെ. അച്ഛാ, എന്നെ തിരിച്ചറിഞ്ഞിട്ടും മോൾ എന്നെ സംരക്ഷിക്കുന്നു എന്നറിഞ്ഞാൽ അത് മോളും അഭിമന്യുവും തമ്മിലുള്ള ബന്ധത്തെ ബാധിക്കും. ഒരിക്കലും അഭി എന്നെ തെറ്റിദ്ധരിക്കില്ലച്ചാ. ഞാൻ വിചാരിച്ച നിങ്ങൾ തമ്മിലുള്ള ബന്ധം വീണ്ടും വിളക്കി ചേർക്കാനാകും. അച്ഛന് സ്വന്തം കുടുംബത്തോടൊപ്പം താമസിക്കാം. അതൊക്കെ മോൾക്ക് വെറുതെ തോന്നുക. അങ്ങനെയൊന്നും സംഭവിക്കില്ല. അഭിമന്യുവിന് ഒരിക്കലും എന്നോട് പൊറുക്കാനാവില്ല മോളെ. എന്റെ മക്കളുടെ ബാല്യവും കൗമാരവും ഒക്കെ നശിപ്പിച്ചവനാണ് ഞാൻ. കാലം എല്ലാ മുറിവുകളും ഉണക്കുവച്ച. അച്ഛൻ ആരാണെന്ന് ഇവിടെ ആരും തൽക്കാലം അറിയണ്ട. മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് ഞാൻ കൃഷ്ണേട്ടാന്നേ വിളിക്കൂ. പക്ഷേ എന്റെ ഉള്ളിൽ അച്ഛൻ തന്നെയായിരിക്കും. ഞാനിവിടെ ഉണ്ടെന്ന് അഭിമന്യു കണ്ടുപിടിച്ചാൽ മോൾ എന്നെ നേരത്തെ തിരിച്ചറിഞ്ഞതായി പറയരുത്. അവന്റെ ഒപ്പം ചേർന്ന് എന്നെ ഇവിടെ നാട്ടി പുറത്താക്കണം. അത് സമ്മതമാണെങ്കിൽ മാത്രം ഞാനിവിടെ തുടരാം. അങ്ങനെയൊന്നും സംഭവിക്കില്ല. ഞങ്ങളെ സംരക്ഷിക്കുന്ന അച്ഛന് ഞാൻ സ്വന്തം കുടുംബം വീണ്ടെടുത്ത് തരും. ഇത് എന്റെ വാക്കാ.
ഇത് തന്നെ പറ്റിയ സമയം. ഈശ്വര, ദിവ്യപ്രഭ എന്നോട് കരുണ കാണിക്കണേ. അല്ല, ഞാൻ നിന്നോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാ. എന്ത് കാര്യം? അത് പിന്നെ 100 ദിവസത്തിനുള്ളിലേ ദിവ്യക്ക് തരാനുള്ള സ്വർണം അമ്മ തരാന്ന് സമ്മതിച്ച സ്ഥിതിക്ക് സമ്മതിച്ച സ്ഥിതിക്ക് അല്ല, നമുക്ക് നമ്മുടെ കുടുംബജീവിതം തുടങ്ങിയാലോ? നീ എന്റെ കഴുത്തിൽ താലി കെട്ടി ഈ വീട്ടിൽ വന്ന് കയറിയ ദിവസം മുതൽ നമ്മുടെ ജീവിതം തുടങ്ങിയില്ലേ? ഞാൻ ഉദ്ദേശിച്ചതേ ആ കുടുംബജീവിതം അല്ല, ദാമ്പത്യ ജീവിതം. സുമേഷിന്റെ അമ്മേ, എനിക്ക് തരാനുള്ള സ്വർണത്തിൽ നിന്ന് 1 ഗ്രാം പോലും കുറയാതെ എന്റെ കൈ വരട്ടെ. അത് കഴിഞ്ഞിട്ട് ബാക്കി തീരുമാനിക്കാം. അല്ല, നമ്മുടെ രണ്ടുപേരുടെയും പ്രായം കൂടിക്കൂടി വരിക. ദൈവം കുഞ്ഞുങ്ങളെ നൽകുന്നതിന് ഒരു സമയമൊക്കെ ഉണ്ട്. പുതിയ നമ്പരുമായിട്ട് ഇറങ്ങിയതാണല്ലേ മോനെ? ഈ പരിപ്പൊന്നും ഇവിടെ വേവില്ല. എന്റെ തീരുമാനത്തിന് ഒരു മാറ്റമില്ല. ഏറ്റില്ല. വീട്ടുകാരുടെ മുമ്പിൽ നാണം കെടണ്ടാന്ന് കരുതിയ രാത്രി ഈ മുറിയിൽ നിന്നെ കിടക്കാനെങ്കിലും ഞാൻ അനുവദിച്ച്. ഒരുപാട് കുരുട്ട് നമ്പർ ഇറക്കിട്ടെ അതുകൂടി ഇല്ലാതാക്കണ്ട. ദാ മനസ്സിലായല്ലോ? ഇനി ആ ലൈറ്റ് ഓഫ് ചെയ്യാൻ എന്റെ അമ്മായിയമ്മ വരുമോ? എന്തൊക്കെയായിരുന്നു മലപ്പുറം കത്തി, മെഷീൻ കണ്ണ്, അവളുടെ അമ്മൂമ്മയുടെ വള്ളിക്കെട്ട്. വയ്യം. ഡാഡിക്ക് തിരക്കാണെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് വരാം. ഒരു കാര്യം ചെയ്യാം, നമുക്ക് രാവിലെ തന്നെ വിവേകേട്ടന്റെ വീട്ടിലേക്ക് പോവാം. അയ്യോ, അത് വേണ്ട. നിങ്ങൾ അങ്ങോട്ട് വരണ്ട. നാട്ടു നടപ്പനുസരിച്ച് ഇങ്ങോട്ട് വന്നാണല്ലോ പെണ്ണ് ചോദിക്കേണ്ടത്. നാളെ തന്നെ അച്ഛനമ്മയും കൂടി ഞാൻ ഇങ്ങോട്ട് വരാം. എടാ, നീ ഇങ്ങനെ വെരികിനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ടെൻഷൻ അടിച്ചാ എന്തെങ്കിലും കാര്യത്തിന് പരിഹാരം ഉണ്ടാവുമോ? വക്കീലെ, ഒന്നാമത് ഞാൻ കിളി പോയി നിൽക്കുക. അതിനിടെ കയറി ഇമാതിരി ഓഞ്ഞ ഡയലോഗ് കൂടി അടിക്കരുത്, പറഞ്ഞേക്കാം. എടാ, വന്ന് 2 എണ്ണം അടിച്ചിട്ട് ആലോചിക്കടാ മോനെ. ഏത് പ്രശ്നത്തിന് പരിഹാരം കിട്ടും? എന്റെ മനുഷ്യ, എന്റെ അവസ്ഥ നിങ്ങളൊന്ന് മനസ്സിലാക്ക്. എന്റെ നെഞ്ചത്തിപ്പോ ഒരു മുട്ട എടുത്ത് വെച്ചാൽ പുഴുങ്ങുന്ന അവസ്ഥയാ. അപ്പനെ അമ്മയെന്നാണ് ഞാൻ എങ്ങനെ പഞ്ചരത്തെത്തി കൊണ്ടുപോകും? എടാ, ഈ വിഷയം ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആക്കിയത് നീ ഒറ്റ ഒരുത്തനാ. അനഘയും അവളുടെ വീട്ടുകാരും നിന്റെ അച്ഛനമ്മമാരെ കുറിച്ച് സംസാരിച്ചപ്പോ തന്നെ അവരൊക്കെ നിന്റെ കുഞ്ഞുനാളിലെ തന്നെ മരിച്ചുപോയതാണെന്നോ മറ്റോ നിനക്ക് അപ്പൊ പറഞ്ഞ പോരായിരുന്നോ? രാമായണം മുഴുവൻ വായിച്ചു കഴിഞ്ഞിട്ട് രാമൻ സീതയുടെ ആരാണെന്ന് ചോദിക്കരുത് വക്കീലെ. എന്റെ പ്രശ്നങ്ങൾ മുഴുവൻ അറിയാവുന്ന നിങ്ങൾ തന്നെ ഇങ്ങനെ പറയരുത്. ഞാൻ അനക്കെ പ്രേമിച്ചു തുടങ്ങിയ കാലം മുതൽ മമ്മി ഡാഡി സ്റ്റേറ്റ്സിലാണെന്ന് ബിൽഡപ്പാണ് കൊടുത്തത്. കാരണം എനിക്ക് എങ്ങനെയെങ്കിലും അവളുടെ സ്നേഹം പിടിച്ചു പറ്റണമായിരുന്നു. അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു എനിക്ക് അവളെ. ഇപ്പോഴും അവളില്ലാത്തൊരു ജീവിതം എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അവളുടെ സ്നേഹം പിടിച്ചു പറ്റാൻ വേണ്ടി പറഞ്ഞതാണെങ്കിൽ പോലും ഇനി അത് മാറ്റി പറഞ്ഞ ഞാൻ അവളുടെ മുന്നിൽ കള്ളനാവും. നീ ഒന്ന് സെല്ലി അടിച്ച് കരഞ്ഞു കാണിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു സഹതാപ തരംഗം കൂടി വർക്ക് ചെയ്യാൻ പറ്റിയ സ്പേസാണ് നീ കളഞ്ഞത്. ഇനിയിപ്പോ വക്കീല് പറഞ്ഞതുപോലെ ഞാൻ അവളെ എല്ലാം പറഞ്ഞ് വീഴ്ത്തിയെന്ന് തന്നെ ഇരിക്കട്ടെ. മരിച്ചുപോയ എൻ്റെ അച്ഛനമ്മമാരുടെ ഫോട്ടോ അവൾ ചോദിച്ചാൽ ഞാൻ എന്തെടുത്ത് കാണിക്കും? എനിക്ക് കാണിക്കാൻ അവരുടെ ഒരു ഫോട്ടോ പോലും ഇല്ല. ഓർമ്മയില് ബാക്കിയായ ഒരു മുഖം പോലും ഇല്ല. അതല്ലേ സത്യം. ഞാനൊരു അനാഥനാണെന്നും കുടുംബമോ കുലമോ ജാതിയോ മതമോ ഒന്നും അറിയാത്തൊരുത്തനാണെന്നും പഞ്ചരത്നത്തിലുള്ളവരറിഞ്ഞ അവരെന്നെ വെറുക്കും. ആ പേടി കൊണ്ടാ വക്കീലെ ഞാൻ ഈ കള്ളത്തരം മുഴുവൻ കാണിച്ചത്. അനഘ നിന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നല്ലേ നീ പറഞ്ഞത്? ആ സ്ഥിതിക്ക് എന്തായാലും അവൾ അങ്ങനെ ഒരിക്കലും ചെയ്യില്ല.
എടാ ഉവേ, കൂടുതൽ മൂപ്പിച്ചാലേ നീ അവളെ വിളിച്ചിറക്കിക്കൊണ്ട് വരണം. വക്കീൽ ഇത് എന്തറിഞ്ഞിട്ടായി പറയുന്നത്? പഞ്ചരത്നത്തിലെ കുട്ടികളെ വക്കീലിനെ അറിയാത്തതുകൊണ്ടാ. അവർ5 പേരും ഒറ്റക്കെട്ടായി മാത്രമേ ഇന്ന് തീരുമാനം എടുക്കൂ. അങ്ങനെയാണെങ്കിൽ പിന്നെ ഞാൻ നോക്കിയിട്ട് നിന്റെ മുന്നിൽ ഒറ്റ വഴി മാത്രമേ ഉള്ളൂ. പറ വക്കീലെ, എന്താണ് ആ മാർഗം? അതൊക്കെ പറഞ്ഞുതരാം. അതിനു മുമ്പ് നീ ഒരെണ്ണം കൂടെ കഴിക്കുക. വേണ്ട, ഇന്നത്തെ കോട്ട കഴിഞ്ഞു. അങ്ങനെയാണെങ്കിലേ ഇന്ന് പറഞ്ഞു തരാനുള്ള ഐഡിയകളുടെ കോട്ടയും കഴിഞ്ഞു. ഓഹോ, വിലപേശുവാണല്ലേ? ആ, ആണെന്ന് കൂടിക്കോ. എടാ, ഇതങ്ങോട്ട് പിടിക്കടാ. അടിക്ക്. ഇനി പറഞ്ഞു തുലയ്ക്കുന്നുണ്ടോ? ഈ പ്രതിസന്ധി മറികടക്കാൻ നിന്റെ മുന്നിൽ ഒരൊറ്റ വഴി മാത്രമേ ഉള്ളൂ. വഴി എന്താണെന്ന് വെച്ചാ എത്രയും വേഗം നീ ഒരു മമ്മിയെ കണ്ടുപിടിക്കണം. മമ്മിയെ കണ്ടുപിടിക്കാനോ? എന്തിന്? അപ്പൊ പഞ്ചരത്നത്തിൽ കല്യാണാലോചനയ്ക്ക് പോണ്ടേ? ഓ, ഡ്യൂപ്ലിക്കേറ്റ് മമ്മി ഉണ്ടാക്കി നാടകം കളിക്കാനാ? വേറെ എന്ത് ചെയ്യൂടാ, നീ പറ. ഒരു കള്ളം മറയ്ക്കാനായി മറ്റൊരു കള്ളം പറയുന്നതിന് തുല്യല്ലേ വക്കീൽ? അതൊക്കെ വേണോ? വേണം. മാർഗമല്ല, ലക്ഷ്യമാണ് പ്രധാനമെന്ന് ഭഗവാൻ കൃഷ്ണൻ പോലും പറഞ്ഞിട്ടുണ്ട്. വേദാന്തം പറയാൻ എളുപ്പാ, പക്ഷെ അത് പ്രാക്ടിക്കലാക്കാനാ ബുദ്ധിമുട്ട്. പ്രാക്ടിക്കലാവുന്ന വേദാന്തോ ഞാനിപ്പോ പറഞ്ഞത്. അത് നടപ്പിലാക്കാൻ പറ്റുമെങ്കിൽ നീ നടപ്പിലാക്ക്. എടാ, എന്റെ ചെറിയ ബുദ്ധിയിൽ ആലോചിച്ചിട്ട് ഇതല്ലാതെ വേറെ ഒരു ഐഡിയ എനിക്ക് കിട്ടുന്നില്ല. ആനയ്ക്ക് കൺവിൻസ് ചെയ്യാൻ പ്രയാസം വരില്ല, പക്ഷെ അതുപോലെയല്ല അവളുടെ സഹോദരിമാര്. നിങ്ങൾ വക്കീലന്മാരെ തോൽപ്പിക്കുന്ന ബുദ്ധി അവരുടേത്. നമ്മുടെ എല്ലാ കള്ളക്കളികളും പൊളിച്ച് കൈത്തരും. എടാ, പവിത്രം വക്കീലിന് അറിയാവുന്ന കള്ളക്കളികളൊന്നും പഞ്ചരത്നത്തിലെ പെണ്ണുങ്ങൾക്ക് അറിയില്ല. ഞാൻ പറഞ്ഞ പ്ലാന്റെ റിസ്ക് ഫാക്ടർ മുഴുവനും നീ എനിക്ക് വിട്ടാടാ. ഞാൻ ഡീൽ ചെയ്തോളാന്നേ. വക്കീല് പറഞ്ഞതൊക്കെ എനിക്ക് മനസ്സിലായി. വക്കീലിന്റെ പ്ലാന് സൂപ്പറാ, സമ്മതിച്ചു. പക്ഷേ അത് പരാജയപ്പെട്ട എന്താ പ്ലാൻ ബി? അത് പറ. എടാ, ഈ കാര്യത്തിൽ പ്ലാൻ എയും പ്ലാൻ ബി ഒന്നുമില്ല. എല്ലാത്തിനും ഒറ്റ പ്ലാൻ മാത്രമേ ഉള്ളൂ. അതാണ് ഞാൻ പറഞ്ഞ പ്ലാൻ. ഇനി അതല്ല, ഞാൻ പറഞ്ഞതിനേക്കാളും സൂപ്പർ ഐഡിയ വല്ലതും നിന്റെ മനസ്സിലുണ്ടെങ്കിൽ നീ അതെനിക്ക് പറഞ്ഞതാ. ഇതിച്ചിരി റിസ്ക് അല്ലേ? വേണോ വക്കീലേ? വേറെ എന്തു ചെയ്യും? തൽക്കാലം ഈ കടമ്പ ഒന്ന് അങ്ങോട്ട് കഴിഞ്ഞിട്ട് അനഘയോട് മാത്രം നമുക്ക് സത്യം തുറന്നു പറയാം. ആവശ്യം അവളുടെ കൂടെ ആണല്ലോ. അപ്പോ അവള് ബാക്കിയുള്ളവരോട് പറഞ്ഞ് കൺവിൻസ് ചെയ്യിച്ചോളൂ. ശരി, വക്കീല് പറയുന്നത് പോലെ ഒരു ഉഡായിപ്പ് പരിപാടിക്ക് ഞാൻ തയ്യാറായ തന്നെ ആരാ എന്റെ അച്ഛൻ? ആ റോള് ചെയ്യാൻ ഒരു സ്വഭാവ നടൻ വേണമല്ലോ. അതിനെ എവിടെ നിന്ന് കണ്ടെത്തും? എടാ, കാശ് കൊടുക്കാതെ നിന്റെ ഡാഡിയായിട്ട് അഭിനയിക്കാൻ ഞാനോടത്തോട് ജീവനോട് ഇരിപ്പുണ്ടല്ലോ. പിന്നെ എന്തിനാ നീ പുറത്തുനിന്ന് ആളെടുക്കുന്നേ? നിങ്ങളെ പോലെ ഒരാളെ അച്ഛനായി വേഷം കെട്ടിച്ചു കൊണ്ടുപോണ്ടി വരുന്ന എന്റെ ഗതികേട്. എന്നാ നീ ഒരു കാര്യം ചെയ്യും, നീ പോയിട്ട് അമിതാഭ് ബച്ചനെ വിളിച്ചോണ്ട് നിന്റെ അച്ഛനായിട്ട് അഭിനയിക്കാൻ. എന്തേ? എടാ, ഒരു ജനതയ്ക്ക് അവരർഹിക്കുന്ന ഗവൺമെന്റിനെ കിട്ടത്തുള്ളൂ എന്നൊരു ചൊല്ലുണ്ട്. നിന്റെ അപ്പനാവൻ ഞാൻ തന്നെ ധാരാളം. അപ്പോ നാളെ ഞാനായിരിക്കും നിന്റെ അപ്പൻ, നീ എന്റെ മകൻ. എല്ലാം മറന്നിട്ട് സ്വസ്ഥമായിട്ട് പോയി കിടന്ന് ഉറങ്ങടാ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.